ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മത്തൻ വിളയിച്ചത് തയ്യാറാക്കുന്നതിൻ്റെ റെസിപ്പി ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഉമ്മുദുവാസ് റെസിപ്പി എന്നുള്ള നമ്മുടെ ഫേസ്ബുക്ക് പേജും കൂടി ഫോളോ ചെയ്യുക. ഇനി നമുക്ക് പ്രിപ്പറേഷനിലോട്ട് പോവാം. ഇതിനായി നമ്മൾ 250 ഗ്രാം മത്തനാണ് എടുത്തിട്ടുള്ളത്. ഒരല്പം വെള്ളം, ഒരു നുള്ളു ഉപ്പും ഇട്ട് കൊടുത്തിട്ട് തീ ഓണാക്കിയിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കുമ്പോൾ അടച്ച് വെച്ചിട്ടാണ് വേവിക്കുന്നത്. അല്പനേരം കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ല രീതിയിൽ മത്തൻ നന്നായിട്ട് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. മത്തനെല്ലാം നല്ല രീതിയിൽ വെന്തുടഞ്ഞ് കിട്ടണം. മത്തനൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങയും 4 അല്ലി ചെറിയ ഉള്ളിയും 1 സ്പൂൺ ചെറിയ ജീരകവും കൂടിയിട്ട് ഒന്ന് ഒതുക്കിയിട്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കെല്ലാം ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 5 സ്പൂൺ അരിപ്പൊടിയിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വളരെ തിക്കായിട്ടൊന്ന് കലക്കിയെടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് അരിപ്പൊടിയൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് മധുരത്തിനായിട്ട് 1 അച്ച് ശർക്കരയിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഉരുക്കിയെടുത്തിട്ടുള്ള ശർക്കര പാനിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുപഴമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 3 ചെറുപഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നെയാണ് നമ്മൾ പഴം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒപ്പീനിയൻ അറിയിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീഡിയോസിനെല്ലാം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കിടിലൻ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി കാണാം. ഓക്കെ ഡിയേഴ്സ്, താങ്ക് യു.